അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ ഇ.ഡി. പരിശോധന. 5 സ്വകാര്യ ആശുപത്രികളിലാണ് പരിശോധന നടത്തിയത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രലോഭിപ്പിച്ച് അവയവദാനത്തിന് ഇരയാക്കുന്നു എന്ന പരാതികൾക്ക് പിന്നാലെയാണ് പരിശോധന. സംസ്ഥാനത്തെ 5ഓളം പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇ.ഡിയുടെ പരിശോധന നടന്നത്. അടുത്തിടെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന അവയവ കൈമാറ്റ കച്ചവടം എന്ന രീതിയിൽ കേസ് വന്നിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1-ാം പ്രതി നജീബിന് വലിയ രീതിയിലുള്ള തുക കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. അത് കൊച്ചിയിലേതുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ 5ഓളം പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക ഇയാൾക്ക് കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളിൽ നടന്നത് നിയമാനുസൃതമുള്ള അവയവ ദാനമാണോ, അവയവ കൈമാറ്റമാണോ എന്നതടക്കം അവരുടെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു പ്രധാനമായും തന്നെ ഇ.ഡി ചെയ്തത്. ഇ.ഡിയുടെ പരിശോധനകൾ പലയിടങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ 2011 മുതൽ 2016 വരെയാണ് ഈ ഒരു പ്രത്യേക കാലയളവായി കണ്ടുകൊണ്ട് ഈ സംഘം ഈ അവയവ തട്ടിപ്പ് മാഫിയ പ്രവർത്തിച്ചിരുന്നൊരു സമയമായിട്ട് കാണുന്നതാണ്. ഈ കാലയളവിൽ ഈ ലൈസൻസുള്ള അവയവദാനത്തിന് ലൈസൻസുള്ള വിവിധ ആശുപത്രികൾ അവയിൽ എത്രമാത്രം ഈ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്, അത് നിയമാനുസൃതമാണോ, അതിൻ്റെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൃക്ക മാറ്റം ഏതാണ്ട് 7800ഓളം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്ക്. കരൾ ശസ്ത്രക്രിയയായിട്ട് നടന്നിരിക്കുന്നത് 2500ഓളം ശസ്ത്രക്രിയകൾ ഇങ്ങനെ സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ഈ ഒരു പ്രത്യേക കാലയളവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കുകളും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇ.ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ നജീബുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ശസ്ത്രക്രിയകൾ ഏതൊക്കെയാണ് എന്നത് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഇ.ഡി ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നത്. 5ഓളം പ്രതികളെയാണ്, നജീബ് ഉൾപ്പെടെ 5ഓളം പ്രതികളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ളൊരു പണം നജീബിൻ്റെ അക്കൗണ്ടിലേക്ക് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി കൂടി പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്ന് ഇ.ഡി ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനകളും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. അവയവ കച്ചവടത്തിൽ കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ഇ.ഡി പരിശോധന. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും പട്ടത്താനം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് ഇ.ഡി റെയ്ഡ്. അവയവദാനത്തിനായി ആളുകളെ കണ്ടെത്തി നൽകുന്ന ഏജന്റായി ശ്രീജ പ്രവർത്തിച്ചിരുന്നുവെന്നും കമ്മീഷൻ തുകകൾ ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇ.ഡി പരിശോധിച്ചത്. ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടത്തിയ കേസിൽ ശ്രീജയെ മറ്റൊരു ഏജന്റായ പട്ടത്താനം സ്വദേശി സുധീറിനൊപ്പം 2 മാസം മുമ്പ് കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ശ്രീജയെ വിശദമായി ചോദ്യം ചെയ്തു. സുധീറിന്റെ വീട് അടഞ്ഞുകിടന്നതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.